ഹലോ ഗേയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നല്ല സ്പോഞ്ചി കേക്ക് ഉണ്ടാക്കിട്ടോ. 3 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടോ കേക്ക് ഉണ്ടാക്കിക്കണത്. നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇതിന് ഓവൻ ബീറ്ററും കുക്കറും ഒന്നും വേണ്ടിട്ടോ. ഒരു സാധാ ഒരു ചട്ടിയിലെ നോട്ടിക്കിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കിക്കണം കേട്ടോ. അതിനായിട്ട് നമ്മൾ നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ 2 മുട്ട കൊണ്ട് ഉണ്ടാക്കണം കേട്ടോ. നിങ്ങൾ അധികം മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പൊടി എടുത്തോളൂ കേട്ടോ. അങ്ങനെ ഞാനേ ആ 2 മുട്ട നമുക്ക് അതിൻ്റെ വെള്ള മാത്രം എടുക്കാം കേട്ടോ. നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച മുട്ടയാണെങ്കിലേ ഒന്ന് പുറത്തേക്ക് 2 മണിക്കൂറേരം പുറത്തെടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ ഗേസ് നമുക്ക് ഇതിൻ്റെ വെള്ളയൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. മുട്ടൻ്റെ വെള്ളയൊക്കെ എടുക്കാം, 2 മുട്ടൻ്റെ. ഇത് നന്നായി നമുക്കിതേ ഇതിലൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടേ ഒരു വിസ്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ ഇതിൻ്റെ മിക്സിയിലൊന്നുകൂടി അടിക്കട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യണേ. അങ്ങനെ ഗേസ് ഞാൻ ആ 2 മുട്ടൻ്റെ വെള്ളി അതിന് ഇട്ട് കൊടുത്തിട്ടോ. ചെറിയൊരു ഓട്ടം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വെള്ളം നല്ലോണം ഒന്ന് വിസ്ക് എടുത്തിട്ടേ, ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ എടുത്തോളി. വിസ്കോണ്ട് ഇങ്ങനെ ഒന്ന് അടിച്ച് പതപ്പിക്കട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൊഞ്ചിയും കൂടി കൂട്ടിയിട്ട് മിക്സിയിലൊന്ന് അടിക്കാം. ആദ്യം ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കട്ടോ. അടിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കട്ടോ. അങ്ങനെ ഗേസ് ഈ മുട്ടയൊക്കെ ഒന്ന് നല്ലോണം അടിച്ചെടുക്കട്ടോ. ഈ വിസ്കൊണ്ടൊന്ന് അടിച്ചിട്ടേ ഈ കുറച്ച് കൊഞ്ചിയും ചേർന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കലങ്ങിയ മുട്ടയും തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോൾ 2 മുട്ട കൊണ്ട് ഉണ്ടാക്കണം. നിങ്ങൾ 4 മുട്ട കൊണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ അധികം ചേർത്തോളുണ്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഇതിൽ നിന്ന് ഇതാക്കിയിട്ടേ ഇതിലൊക്കെ ഒന്ന് ഇളക്കി പത വരുത്തിയിട്ട് നമുക്ക് മുട്ടൻ്റെ കുഞ്ചി ബാക്കിയുള്ള സാധനങ്ങളും എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു ഏലക്കായി, 4 പിന്നെ ഗ്രാമ്പു, ചെറിയൊരു കറുകപ്പട്ട, ഇതൊക്കെ കൂടെ എടുത്തിട്ടേ നിങ്ങൾ വാനില എസൻസ് വീട്ടിലുണ്ടെങ്കിലേ അതും ഒഴിച്ച് കൊടുത്തോളിട്ടോ. അപ്പം മുട്ടൻ്റെ മണമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അതില്ലെങ്കിൽ ഇത് ഒഴിച്ച് കൊടുക്കാതിരുന്നാലും നല്ലൊരു ടേസ്റ്റാണ്. മുട്ടൻ്റെ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ കറാമ്പുക്കും ഏലക്കായൊക്കെ ഇടുമല്ലോ. അങ്ങനെ ഗേസ് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടോ. പാകത്തിന് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പം മധുരത്തിൻ്റെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ. ഇതൊക്കെ കൂടെ നമുക്ക് മിക്സിയിലൊന്ന് നന്നായി അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ പാടെ അടിച്ചെടുക്കുമ്പോഴേ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളി. ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഗേസ് അതൊക്കെ അടിച്ചെടുത്തിട്ടോ. നമുക്ക് മൈദ ഒരു 4 ടീസ്പൂൺ മൈദയാണ് ഇപ്പോൾ ഞാൻ ഇതിലെടുക്കുന്നത്. ഇതിട്ട് നല്ലോണം തരിച്ചെടുക്കട്ടോ. ഇതിലെന്തെങ്കിലും കഴിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തരിയൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. മൈദയൊക്കെ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൽ. ഒരു ലേസം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതും നന്നായി ഇളക്കട്ടോ. ഇതൊക്കെ നന്നായി ഇളക്കിയിട്ടേ നമുക്ക് മിക്സിക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ ഇനി പഞ്ചസാരയൊക്കെ നിങ്ങളൊന്ന് മധുരം പതുക്കെ നോക്കിയിട്ടേ, ഇല്ലെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുത്തോളിട്ടോ. മധുരം അത്യാവശ്യം മധുരം വേണം, പാകത്തിന് മധുരം വേണം. മധുരം അധികം വേണ്ടേന്നു. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടോ. നിങ്ങൾ നെയ്യില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തോളി. നെയ്യാകുമ്പോൾ നല്ലൊരു മണമാണ്. അങ്ങനെ ഗേസ് ഇതൊക്കെ കൂടെ നമുക്കൊന്നേ മിക്സിയിൽ അടിച്ചെടുക്കട്ടോ. ഇതൊക്കെ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടേ പതുക്കെ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. കുറച്ച് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കട്ടോ. പാൽപ്പൊടി ചേർക്കുമ്പോഴേ നല്ലൊരു സോഫ്റ്റാണ്. പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ട് നിങ്ങളൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കി, നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. അങ്ങനെ ഇതൊക്കെ നന്നായി ഒന്നേ മിക്സിയിൽ അടിച്ചെടുത്തിട്ടേ നമുക്ക് ടീൻ്റെ ഒരു ബൗൾ എടുക്കാം കേട്ടോ. അതിൽ കുറച്ച് നെയ്മായം പരട്ടി കൊടുത്തിട്ടേ, ഇതാണ് ഇതിൻ്റെ ഒരു പാകട്ടോ. വെള്ളമൊന്നും തുള്ളി ചേർക്കരുത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവാണിത്. അതിൻ്റെ അയവൊക്കെ കണ്ടില്ലേ. നമുക്ക് മിക്സിയുടെ ഉള്ളിൽ ഇതൊക്കെ കൈകൊണ്ട് എടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കട്ടോ. ഇവിടെ തട്ടി കൊടുക്കുക. അങ്ങനെ ഗേസ് ഇത്ര പണിയുള്ളൂ കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ പാനൊക്കെ ഉണ്ടല്ലോ അടുപ്പത്ത് വെച്ച് 10 മിനിറ്റ് നേരം നല്ല ചൂടാക്കണം കേട്ടോ. ആദ്യം ഒക്കെ നല്ലോണം ചൂടായി നല്ല ഫുള്ള് ഫ്ലെയിമിലിട്ടിട്ടേ ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം. ആദ്യം 10 മിനിറ്റ് നല്ലോണം ചൂടാക്കണം. എന്നിട്ട് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ
ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് പിന്നെ പറ്റ ലോ ഫ്ലെയിമിൽ ഒരു 30-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഗ്ലാസിൻ്റെ അടുപ്പാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന നല്ലോണം കാണാം കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് എന്തുകൊണ്ടിലൊന്ന് കുത്തി വയ്ക്കാൻ മതി. കോലുകൊണ്ട് തൊണ്ടിലും പപ്പടക്കോല് കൊണ്ട് എന്തുകൊണ്ടിലൊന്ന് കുത്തി വയ്ക്കാൻ മതി. അങ്ങനെ ആദ്യം 10 മിനിറ്റ് ആ പാന് നല്ലോണം ചൂടാക്കിയിട്ട് കൊണ്ടേക്ക് വെക്കാൻ. അങ്ങനെ വെച്ചിട്ട് അടച്ചു വെക്കുക നിങ്ങൾ. എന്നിട്ട് കുറച്ച് നേരം കൂടി നിങ്ങൾ മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് പിന്നെ വളരെ ചെറിയ ഫ്ലെയിം ആക്കട്ടോ, ലോ ഫ്ലെയിം ആക്കിയിട്ട് നല്ല ഇങ്ങനെ വീർത്ത് വരുന്നുള്ളൂ. വന്നിട്ടില്ല. ഞാൻ വെറുതെ ഒന്ന് തുറന്ന് നോക്കിയതാണ്. 5 മിനിറ്റ് കഴിഞ്ഞൊക്കെ തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തുറന്ന് നോക്കിയതാണ്. അങ്ങനെ ഗെയ്സ് നമ്മുടെ കേക്കൊക്കെ നന്നായി വീർത്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു കോലുകൊണ്ടൊന്ന് കുത്തി നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുത്തി നോക്കുമ്പോഴേ കോലുമ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കായിരുന്നു. അതിൻ്റെ ഇപ്പം കറക്റ്റ് ഭാഗമായിക്കണം കേട്ടോ. അല്ലേ, നമുക്കൊന്ന് തണുത്തിട്ടേ ഒന്നും കൂടി അടച്ചു വെക്കുക. ഫ്ലെയിമും തീയൊക്കെ ഓഫാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. പിന്നെ ഈ കടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ഷാറാവും. അല്ലേ, ഇതൊന്ന് തണുത്തതാട്ടോ. ഇനി നമുക്ക് എടുത്തിട്ടേ കൈ കൊണ്ട് തന്നെ എടുക്കാൻ കിട്ടും കേട്ടോ. കൈ കൊണ്ട് എടുക്കാൻ കിട്ടും. നിങ്ങൾ ആദ്യം എന്തെങ്കിലും സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടേ കൈ കൊണ്ട് എളുപ്പത്തിൽ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എളുപ്പത്തിൽ കിട്ടിട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടല്ലേ. അടിയൊന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ബട്ടർ പേപ്പർ ഒന്നും വീഴ്ചിട്ടില്ല. അങ്ങനെ ഗൈസ് അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത, അണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതേ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിമൊന്ന് പോരില്ലേനു. ഒന്നിങ്ങോട്ട് ഇതായിട്ടേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നന്ദി. ഇതിപ്പോൾ അങ്ങനെ വെച്ചിക്കാണ്, ഭംഗിക്ക് വെച്ചാണ് ഞാൻ. ഇതൊന്നും വെച്ചില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലും ഉണ്ടാക്കട്ടോ. പാനിലുണ്ടാക്കിയാലും നല്ല നേരം അത് നല്ല സ്പോഞ്ചി കേക്കാണ്. കണ്ടില്ലേ, തൊട്ടോ കാണി, അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായാലേ ഒന്ന് ഫോളോ ചെയ്യോണ്ടു. എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോയുമായി വരാം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം. അല്ലേ, നല്ലോണം ശരിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യം എടുത്ത ഫോട്ടോ ആണ്. അങ്ങനെ ഗെയ്സ് നിങ്ങൾ കേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ന്യൂ ഇയർ ആയിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയ കേട്ടോ. അടിപൊളിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. നമ്മളെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യൂ, കമൻസൊക്കെ അറിയിക്കൂ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.